കെ ടി ജലീലിനെ വീണ്ടും തവനൂരിൽ തിരഞ്ഞെടുക്കാതിരിക്കാൻ രണ്ട് കാരണങ്ങൾ ഞാൻ എൻ്റെ രണ്ട് വീഡിയോകളിലായി പറഞ്ഞിരുന്നു. ഇപ്പോൾ തവനൂർ നിയോജക മണ്ഡലത്തിന് മനസ്സാൽ ഉപേക്ഷിച്ച ഒരു നേതാവായി കെ ടി ജലീൽ മാറി നിൽക്കുമ്പോഴാണ് വീണ്ടും ഇടതുപക്ഷം ഇടതനല്ലാത്ത ജലീലിന് ഒരു അവസരം കൂടി വെച്ചു നേടിയത്. ഒരു MLA-യുടെ ഉദാസീനത കൊണ്ടും ഭരണവർഗത്തിന്റെ തിരിഞ്ഞുനോട്ടം ഇല്ലാത്തത് കൊണ്ടും തകർന്നുപോയ ഒരു പൊതുമുതലാണ് തിരൂർ പൊന്നാനിപ്പുഴയുടെ കുറുകെ തിരൂർ കൂട്ടായി മൗലാന കോളേജിനടുത്തായി 2014 നിർമ്മിച്ച തൂക്കുപാലം. ഈ തൂക്കുപാലം നിർമ്മിക്കുമ്പോൾ അന്നു മുതൽ ഇതുവരെയും തവനൂരിന്റെ MLA കെ ടി ജലീൽ തന്നെയായിരുന്നു. എന്നാൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയത തൂക്കുപാലം വളരെ പെട്ടെന്ന് തന്നെ തുരുമ്പിക്കാൻ തുടങ്ങി. കടലോര പ്രദേശമായതുകൊണ്ട് തന്നെ ഉപ്പുരസമുള്ള കാറ്റിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് പാലം നിർമ്മിച്ച ഇരുമ്പിനില്ലാത്തതിനാൽ 2017-2018 കാലയളവിൽ തന്നെ ആദ്യത്തെ അറ്റകുറ്റപ്പണികൾ നടന്നു. ഏറെ താമസിയാതെ തന്നെ പാലം കൂടുതൽ ജീർണിക്കുകയും ചെയ്തു. പാലത്തിന്റെ ഇരുവശങ്ങളിലുള്ള ചങ്ങലകൾ പലതും പൊട്ടിവീണു. ആളുകൾ നടന്നു പോകുന്ന പ്ലാറ്റ്ഫോമിലെ ഇരുമ്പ് ഷീറ്റുകൾ ദ്രവിച്ചു. അവസാനം പാലം അപകടത്തിലാണെന്ന് കണ്ട് കലക്ടർ പാലം അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു. തിരൂർ പൊന്നാനിപ്പുഴയുടെ കിഴക്ക് ഭാഗത്തുള്ള മംഗലം പുറത്തൂർ പഞ്ചായത്തുകളിലെ കുട്ടികളും വിദൂര ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളും ഈ തൂക്കുപാലം കടന്നാണ് മൗലാന കോളേജിലേക്കും കോളേജിന്റെ B.Ed സെന്ററിലേക്കും ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും പോയിരുന്നത്. അതുപോലെ തന്നെ മൗലാന കോളേജിന്റെ ഡിഗ്രി ക്ലാസുകൾ നടക്കുന്ന ചേതരയിലെ മൗലാന കോളേജിലേക്ക് ഇക്കരെ നിന്നും കുട്ടികൾ പോയിരുന്നതും ഇതേ തൂക്കുപാലത്തിലൂടെയായിരുന്നു. തൂക്കുപാലം തകർന്ന അതേ കാലയളവിൽ തന്നെ കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഗതാഗത യോഗ്യമല്ലെന്ന കാരണത്താൽ അടച്ചിട്ടതും നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ കഷ്ടത്തിലാക്കി. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കെ ടി ജലീൽ കുറ്റക്കാരൻ എന്ന് ചോദിച്ചാൽ, ഒരു MLA തന്റെ നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവരുന്ന സംരംഭങ്ങൾ കൊണ്ടുവരിക മാത്രമല്ല നിലനിർത്തേണ്ട ഉത്തരവാദിത്വമുള്ള വ്യക്തിയാണ്. ഭരണകൂടത്തിനൊപ്പം നിന്നുകൊണ്ട് അത് സംരക്ഷിക്കേണ്ട വ്യക്തി കൂടിയാണ്. ഈ തൂക്കുപാലം ആര് കൊണ്ടുവന്നാലും അത് കേടുവരാതെ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം നിയോജക മണ്ഡലം MLA-ക്കുണ്ട്, പഞ്ചായത്തിനുണ്ട്, ഭരണ വിഭാഗത്തിനുണ്ട്. ഓരോ ചെറിയ കേടുകൾ സംഭവിക്കുമ്പോഴും അത് പരിഹരിക്കാനായ ഫണ്ടുകൾ കണ്ടെത്തി അതത് സമയത്ത് തന്നെ അത് പരിഹരിച്ചിരുന്നുവെങ്കിൽ ഈ തൂക്കുപാലം ഇന്നും സഞ്ചാരയോഗ്യമായി നിലകൊണ്ടേനെ. പല കോടി ജനങ്ങൾ മുറവിളി കൂട്ടിയിട്ടും തൂക്കുപാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്താൻ ശ്രമം നടത്തിയില്ല. കോടികളുടെ പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ എല്ലാ നേതാക്കന്മാരും മുമ്പിലുണ്ടാകും. കാരണം അതിൽ കൈയിട്ട് വരാൻ അവസരമുണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ കൊണ്ടുവന്ന പദ്ധതികൾ നിലനിർത്തി കൊണ്ടുപോകാൻ ഒരു നേതാവും ഒരു മന്ത്രിയും ഒരു MLA-യും ഒരു ഭരണകൂടവും ശ്രദ്ധ ചെലുത്താറില്ല. ആ വിഷയത്തിൽ ജലീലും ആർക്കും വേറിട്ടൊരു മാതൃകയുമില്ല. തൂക്കുപാലം ഇപ്പോൾ വെറുമൊരു കാഴ്ചവസ്തുവായി നിലനിൽക്കുമ്പോൾ ആളുകൾ ചെറിയ തോതിലെങ്കിലും അപകടം കണക്കിലെടുക്കാതെ ഈ പാലത്തെ ആശ്രയിക്കുന്നുണ്ട്. കാരണം മറ്റ് യാത്രാ സൗകര്യം ഇല്ലാതാകുമ്പോൾ കിട്ടുന്ന സൗകര്യങ്ങൾ അതെത്ര അപകടം പിടിച്ചതാണെങ്കിലും ഉപയോഗിക്കുക എന്നേ ഉള്ളൂ. ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ പാലം നിലയിൽ വന്നതിന് ശേഷം ഈ മണ്ഡലത്തിന്റെ MLA കെ ടി ജലീലും മന്ത്രിസഭ ഇടതുപക്ഷത്തിലേതുമായിരുന്നു എന്നുള്ളതാണ്. ഇതുപോലുള്ള മറ്റൊരു വിഷയമാണ് പുറത്തൂർ പഞ്ചായത്തിലെ ആശുപത്രിപ്പടിയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. നാട്ടുകാരുടെ ശ്രമഫലമായി രാവും പകലും രോഗികളെ കിടത്തി ചികിത്സിക്കാൻ ഉതകുന്ന ബിൽഡിങ്ങുകളും അതിലേക്ക് വേണ്ട കട്ടിലും കിടക്കയും എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഒരു മാതൃക ആതുരാലയമാക്കി മാറ്റിയ പുറത്തൂർ CHC ഇന്ന് കിടത്തി ചികിത്സ മുടങ്ങിക്കിടക്കുകയാണ്. ഈ അവസ്ഥ തുടങ്ങിയിട്ട് 5-8 വർഷങ്ങളായി എന്നതും ആശാസ്യമില്ലാത്ത ഭരണകൂടത്തെയും MLA-യും ചൂണ്ടിക്കാട്ടാനുള്ള ഉദാഹരണമാണ്. ഒരു പനി വന്നാൽ, ഒരു ചെറിയ നെഞ്ചുവേദന വന്നാൽ, ഛർദിയും വയറിളക്കവും വന്നാൽ സാധാരണ ജനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതകളില്ലാതെ തൊട്ടടുത്ത് തന്നെ ചികിത്സ ലഭിച്ചിരുന്ന ആ CHC ഇപ്പോൾ ഇല്ല. പേരിന് പരിശോധനയും മരുന്നുകുറിപ്പും നൽകിവിടുന്നു. ഏറിയാൽ 5 മണി വരെയുള്ള സേവനം. അത് കഴിഞ്ഞാൽ കിടപ്പ് രോഗികൾ ആലത്തൂരിലെ ഇമ്പിച്ചി മെമ്മോറിയൽ ആശുപത്രിയിലേക്കോ തിരൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കോ പോകണം. കൊറോണ കാലം വരെ രോഗികളെ കിടത്തി ചികിത്സിച്ചിരുന്ന ഗവൺമെന്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കൊറോണയുടെ തുടക്കത്തിൽ കിടത്തി ചികിത്സ താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. എന്നാൽ കൊറോണ കഴിഞ്ഞിട്ടും ആശുപത്രി പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നില്ല. പകരം ആലത്തൂരിൽ ഇടതുപക്ഷ പ്രസ്ഥാനം തുടങ്ങിവെച്ച ഇമ്പിച്ചി ബാബ മെമ്മോറിയൽ ആശുപത്രി പച്ചപിടിച്ചു വളരാൻ തുടങ്ങി. ആശുപത്രിയിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കണമെന്ന് ജനങ്ങൾ മുറവിളി കൂട്ടിയെങ്കിലും ഫലമുണ്ടായില്ല. ഇമ്പിച്ചി ഹോസ്പിറ്റലിന് വേണ്ടി അധികാരവർഗം ഒത്തുകളിച്ചതാണെന്ന് പരക്കെ സംസാരമുയർന്നിരുന്നു. പക്ഷെ പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപാർട്ടിയും നിയോജക മണ്ഡലത്തിലെ MLA-യും
ആ ദീനരോധനങ്ങൾ കേട്ടില്ല എന്ന് മാത്രമല്ല, ഇടത് ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്താനും നമ്മുടെ MLA തയ്യാറായില്ല. ഒരു ആതുരാലയത്തിന്റെ കാര്യത്തിൽ പോലും ഉണർന്നു പ്രവർത്തിക്കാതെ മാറി നിന്ന ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഈ MLA-യാണ് നമ്മൾ ഇനിയും തിരഞ്ഞെടുക്കേണ്ടത്. ഇനി അഞ്ചാമതായി ചമ്രോട്ടം സ്നേഹപാതയാണ്. KT ജലീൽ മന്ത്രിയായിരിക്കുമ്പോൾ കൊണ്ടുവന്ന ചമ്രോട്ടം സ്നേഹപാത നശിച്ച് നാരായണക്കല്ലെടുത്തു. ഇപ്പോൾ 10-12 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കിയ വിനോദസഞ്ചാര കേന്ദ്രം മയക്കുമരുന്ന് ലോബികൾക്കും സാമൂഹ്യ വിരുദ്ധർക്കും വഴിമാറി കൊടുത്തിരിക്കുന്നു. ആ പദ്ധതികൾ കൊണ്ട് ജനങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായതെന്ന് ഈ സമയത്തെങ്കിലും KT ജലീൽ സാർ പറയണം. അന്ന് നിർമ്മിച്ച നിർമ്മിതികളിൽ ഏതെങ്കിലും തച്ചു തകർക്കാതെയും നശിക്കാതെയും അവിടെ അവശേഷിക്കുന്നുണ്ടോ എന്ന്. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ഭീമമായ തുക ചെലവഴിച്ച് നിർമ്മിച്ച ആ പദ്ധതി കൊണ്ട് ജനങ്ങൾക്കൊരു നേട്ടവും ഉണ്ടായിട്ടില്ലെങ്കിലും കരാറെടുത്ത ഊരാളുങ്കൽ സൊസൈറ്റിക്കും ഭരണവർഗത്തിനും അതിന്റെ നേട്ടങ്ങൾ ഉണ്ടായി കാണണം. അല്ലെങ്കിലും അന്നും ഇന്നും ഊരാളുങ്കൽ സൊസൈറ്റി ഇടതുപക്ഷത്തിന്റെ വലതു ഭാഗമാണല്ലോ. ഈ രാജ്യത്തെ ഒരു പ്രജ എന്ന നിലയിൽ എനിക്കൊരു അപേക്ഷയുണ്ട്. അവിടെ തകർന്നു കിടക്കുന്ന ബിൽഡിങ്ങുകളും കമാനങ്ങളും ലൈറ്റുകളും തൂണുകളുമെല്ലാം ഇടിച്ചു നിരപ്പാക്കി ഒഴിഞ്ഞു കിടക്കുന്ന മറ്റെവിടെയെങ്കിലും ഡംപ് ചെയ്യണം. അങ്ങനെയെങ്കിലും ആ പ്രദേശത്തുകാർക്ക് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഒഴിവായി കിട്ടുമല്ലോ. കൂട്ടായി തൂക്കുപാലത്തിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ കൊണ്ടുവരുന്ന പദ്ധതികളും നിർമ്മിതികളും കേടുകൂടാതെ നിലനിർത്താൻ സംവിധാനങ്ങളില്ലെങ്കിൽ അതിനുവേണ്ടി ജനങ്ങളുടെ നികുതി പണം ചെലവാക്കാതിരിക്കാനെങ്കിലും സന്മനസ് കാണിക്കണം. താങ്കൾ പറഞ്ഞല്ലോ എനിക്കൊരുപാട് പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയുമെന്ന്. ഇതുപോലെ നശിപ്പിച്ചു കളയാനാണെങ്കിൽ എന്തിനാണ് പദ്ധതികൾ കൊണ്ടുവരുന്നത്? താങ്കൾ മത്സരിക്കുന്നതും ജയിക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനമാണെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയും. ജനങ്ങൾക്ക് വേണ്ടി ജയിക്കുന്നു എന്ന ബോധ്യമുണ്ടാകുമ്പോൾ മാത്രമേ നിങ്ങളിൽ നിന്നും ജനകീയമായി വല്ലതുമുണ്ടാകൂ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഇനിയും ജയിക്കുക എന്നാൽ ജനങ്ങൾ ഇനിയും വിഡ്ഢികളാവുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് ജനങ്ങൾ തീരുമാനിക്കണം ഇനി ജലീൽ വരേണ്ടതില്ലെന്ന്.